തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF കുതിപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് മുൻതൂക്കം. 6 കോർപ്പറേഷനുകളിൽ 4ഇടത്ത് UDF മുന്നിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAയും കോഴിക്കോട് കോർപ്പറേഷനിൽ LDFും ലീഡ് നേടി. തിരുവനന്തപുരത്ത് 50 സീറ്റിലാണ് NDA മുന്നിലെത്തിയത്. അതേസമയം 14 സീറ്റുകളുടെ ലീഡോടെ പന്തളം നഗരസഭയിൽ LDF തിരിച്ചുവരവ് നടത്തി. UDF 11 സീറ്റാണ് അവിടെ നേടിയത്. 2020 ഇലക്ഷനിൽ 18 സീറ്റുകൾ നേടിയ NDA ഇത്തവണ 9 സീറ്റുകളിലേക്ക് ചുരുങ്ങി. ശബരിമല വിവാദങ്ങൾ ഇത്തവണയും മറ്റു മുന്നണികൾ LDFിനെതിരെയുള്ള പ്രചരണായുധമാക്കിയെങ്കിലും നഗരസഭയിൽ അത് ഫലം കണ്ടില്ലെന്ന് വ്യക്തം. ആദ്യ ഫലസൂചനകളിൽ UDF ഭരണം നേടുമെന്ന് കരുതിയെങ്കിലും അവസാന നിമിഷം പന്തളത്തിൽ അത് മാറിമറിയുകയായിരുന്നു. നഗരസഭ രൂപം കൊണ്ടതിനു ശേഷം ഇത് 2ാം തവണയാണ് LDF ലീഡ് നേടുന്നത്. 2015 തെരഞ്ഞെടുപ്പിൽ ഭരണം നേടിയ LDFന് കഴിഞ്ഞ തവണ തിരിച്ചടിയായത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ വിവാദങ്ങളായിരുന്നു. അതേസമയം BJP മുന്നോട്ട് വച്ച വികസിത കേരളം എന്ന മുദ്രാവാക്യം ജനം സ്വീകരിച്ചുവെന്നതിന് തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 10 കൊല്ലം ഭരിച്ച LDFിന്റെ പരാജയമാണ് ഫലം സൂചിപ്പിക്കുന്നത്. അവരുടെ അഴിമതി, ശബരിമലയിൽ ചെയ്ത ദ്രോഹം തുടങ്ങിയവയ്ക്ക് ജനങ്ങൾ നൽകിയ മറുപടിയാണ്. LDFിന്റെ കാലം കഴിഞ്ഞു. ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് UDFന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികസിത കേരളം മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് പ്രവർത്തിച്ചാൽ UDFന് ലഭിച്ച ഈ താൽക്കാലിക നേട്ടം മറികടക്കാനാകും. പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ NDAയുടെ വിജയം. അതിന് എല്ലാ പ്രവർത്തകരോടും ജനങ്ങളോടും നന്ദി അറിയിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.